والصلاة والسلام على سيدنا محمد صلى الله عليه وسلم أشرف المخلوقين وعلى آله وأصحابه الفائزين أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله الرحمن الرحيم ولسوف يعطيك ربك فترضى صدق الله مولانا العظيم محمد سيد الكونين والثقلين والفريقين من عرب ومن عجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله صلى الله عليه وسلم വളരെയേറെ സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ പണ്ഡിതന്മാർ, മുത്തഅല്ലിമീങ്ങൾ, സഹോദര സഹോദരിമാർ, ഉമ്മമാർ, ഹബീബായ മുത്തനബി തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിൽ നമുക്കെല്ലാവർക്കും സൗകര്യപ്രദമായ ഒരു രാത്രി തിരഞ്ഞെടുത്തുകൊണ്ട് നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി സന്തോഷിക്കുകയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഖൽബിൽ ഈമാൻ ഉണ്ടെങ്കിൽ, ഹബീബായ മുത്തുനബി തങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ, അവിടുത്തെ പുകഴ്ത്തുമ്പോൾ, അവിടുത്തെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഒരു മനുഷ്യന് സന്തോഷം വരാതിരിക്കില്ല. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി അത് നമ്മളോട് പറഞ്ഞതാണ്. ഫബിദാലിക ഫല്യഫ്റഹു ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. മുഅ്മിനീങ്ങൾ സന്തോഷിക്കട്ടെ, സന്തോഷം പ്രകടിപ്പിക്കട്ടെ. ഹബീബായ മുത്തുനബി തങ്ങളാകുന്ന റഹ്മത്ത് കൊണ്ട് മുഅ്മിനീങ്ങൾ സന്തോഷിക്കട്ടെ. നബിയെ, എങ്ങനെയാ സഹോദരങ്ങളെ നമുക്ക് സന്തോഷിക്കാതിരിക്കാൻ കഴിയുക? ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് സന്തോഷിക്കാതിരിക്കാൻ കഴിയുക? ആരാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? എന്താണ് അവിടുത്തെ സ്ഥാനം? എന്തിനു വേണ്ടിയാണ് നമ്മൾ സന്തോഷിക്കുന്നത്? നമുക്ക് എന്ത് നേടിത്തന്നു ഹബീബായ മുത്തോളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? ചിന്തിക്കേണ്ട വിഷയമാണ്. ഞാൻ നീട്ടിക്കൊണ്ടു പോവുകയില്ല. ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നമ്മൾ സന്തോഷിക്കുന്നത്? നമ്മളെ ബാപ്പയെ ചിന്തിക്കുമ്പോൾ, ഉമ്മനെ ചിന്തിക്കുമ്പോൾ, മറ്റുള്ള സ്നേഹിതന്മാരെ ചിന്തിക്കുമ്പോൾ, മറ്റ് ആരെങ്കിലും ചിന്തിക്കുമ്പോൾ ഇല്ലാത്തൊരു സന്തോഷം എന്തുകൊണ്ടാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് വരേണ്ടത്? നമ്മളെ മാതാക്കളും, നമ്മളെ പിതാക്കളും, നമ്മളെ സ്നേഹിതന്മാരും, നമ്മളെ ഭാര്യമാരും, നമ്മളെ മക്കളുമെല്ലാം ഏറെക്കുറെ അവർ പ്രവർത്തിച്ചാൽ ഈ ദുനിയാവിയായ സുഖങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കാം. ഹബീബായ മുത്തുനബി തങ്ങൾ ഈ ദുനിയാവിയായ ലോകത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ മരണവേളയിൽ, നമ്മുടെ ഖബറിൽ, മഹ്ശറയിൽ നമ്മളെ സ്വർഗത്തിൽ എത്തിച്ചു കൊണ്ടിട്ടേ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടങ്ങുകയുള്ളൂ. നമുക്ക് സ്വർഗം വാങ്ങി തന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമാധാനിക്കുകയുള്ളൂ. അവിടുത്തെ ഹൃദയത്തിന് സമാധാനം കിട്ടുകയുള്ളൂ. ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞു, നാളെ മഹ്ശറയിലെത്തുമ്പോൾ എല്ലാ അംബിയാ മുർസലീങ്ങൾക്കും വലിയ വലിയ ഇരിപ്പിടങ്ങൾ അല്ലാഹു സജ്ജീകരിച്ചു കൊടുക്കും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള എല്ലാ നബിമാർക്കും മഹ്ശറയിൽ ഇരിക്കാനുള്ള റിസർവ് ചെയ്ത സീറ്റുകളുണ്ട്. എല്ലാ നബിമാരും ആ സീറ്റിലിരിക്കും. പക്ഷെ ഞാൻ ഇരിക്കില്ല. പേടിച്ചുകൊണ്ട് ഞാൻ ഇരിക്കില്ല. എനിരിക്കാൻ പേടിയാണ്. എന്ത് പേടി? ഹബീബായ മുത്തുനബി തങ്ങളെ ജീവിതം സംബന്ധിച്ചുള്ള പേടിയാണോ? അല്ല. അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള എല്ലാ നബിമാരും മുർസലീങ്ങളും അവിടെയുള്ള ചെയറുകളിൽ, ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ വിഷയം തീരുകയാണ്. അവിടെ
നരകത്തിലേക്കുള്ളവർ നരകത്തിലേക്കും, സ്വർഗത്തിലേക്കുള്ളവർ സ്വർഗത്തിലേക്കും. പിന്നെ എന്തും ചെയ്യാൻ കഴിയില്ല. ഇത് പേടിച്ചിട്ടാണ് ഞാൻ ഇരിക്കാത്തത്. അള്ളാഹു ചോദിക്കുന്നു, എന്തേ നബിയെ തങ്ങൾ ഇരിക്കാത്തത്? തങ്ങൾ പോയിട്ട് അർശിന്റെ ചുവടെ പോയി സുജൂദിൽ വീഴുകയാണ്. നബിയെ, എന്തിനാണ് നബിയെ തങ്ങൾ സുജൂദിൽ വീഴുന്നത്? എന്ത് വേണം നബിയെ തങ്ങൾക്ക്? തങ്ങൾ ചോദിക്കൂ നബിയെ, തങ്ങൾക്ക് ഞാൻ തരാം. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ ഉമ്മത്തികളെ ഹിസാബിന് വിധേയമാക്കണം, ഹിസാബിന് വിധേയമാക്കണം. അവർ ചെയ്ത നന്മ തിന്മകൾ തൂക്കുന്ന ഹിസാബിന്റെ ആ പ്രവണതയിലേക്ക് തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബിന് ഏർപ്പാട് ചെയ്യുകയാണ്. ഹബീബായ മുത്തനബി തങ്ങൾ പറയുകയാണ്, അങ്ങനെ ഹിസാബ് കഴിഞ്ഞാൽ ഒരു വിഭാഗം ആളുകളെ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിലേക്ക് പോവുകയാണ്. ഹബീബായ മുത്തനബി തങ്ങളുടെ ഉമ്മത്തിമാർ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് എത്തുകയാണ്. ഒരു വിഭാഗം ബിശഫാഅത്തി, എന്റെ ശഫാഅത്ത് കൊണ്ട് സ്വർഗത്തിലേക്ക് എത്തുകയാണ്. എന്നിട്ടും ഒരു വിഭാഗം ആളുകൾ നരകത്തിൽ ബാക്കിയാവുകയാണ്. എന്നിട്ടും ഒരു വിഭാഗം നരകത്തിൽ ബാക്കിയാവുകയാണ്. ഈ സമയത്താണ് സഹോദരങ്ങളെ ഹബീബായ മുത്തനബി തങ്ങൾ പറയുന്നത്, അല്ലാഹു പറഞ്ഞല്ലോ, വലസൗഫ യുതീക റബ്ബുക ഫതർദാ. നബിയെ, തങ്ങൾക്ക് നമ്മൾ നല്ലോണം നൽകും, തങ്ങൾ അതിൽ തൃപ്തിപ്പെടും. ഫതർദാ, തങ്ങൾ ആ നമ്മൾ തന്ന ആ വലിയ കൊടുതി കണ്ടിട്ട് തങ്ങൾ തൃപ്തിപ്പെടും നബിയെ. ആ സമയത്താണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, എന്റെ ഉമ്മത്തികൾ നരകത്തിൽ കിടന്നിട്ട് ഞാൻ തൃപ്തിപ്പെടുകയോ? എന്റെ ഉമ്മത്തിമാരിൽപ്പെട്ട ഒരാൾ നരകത്തിൽ കിടക്കുകയും എനിക്ക് തൃപ്തി അടയാൻ കഴിയുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന സംഗതിയല്ല. ഇദൻ ലാ അർദാ വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. പണ്ഡിതന്മാരൊക്കെ തഫ്സീറുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹബീബായ മുത്തനബി തങ്ങൾ പറഞ്ഞ ഈ വാചകം, അത്തർലാ, ഇദൻ അത്തർലാ, എന്റെ ഒരു ഉമ്മത്തിൽപ്പെട്ട ഒരാൾ നരകത്തിൽ ഒരാൾ ശേഷിക്കേ, ഇദൻ അർലാ, ഞാൻ തൃപ്തിപ്പെടുകയോ? വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ നരകത്തിൽ കടന്നിട്ട് എനിക്കെന്ത് തൃപ്തി നേടാനാണ്? സഹോദരങ്ങളെ, അങ്ങനെ നരകം കാക്കുന്ന മലക്കിനോട് പറയുകയാണ്, നിങ്ങളെ ലിസ്റ്റ് ഒന്ന് കൊണ്ടുപോയി ഹബീബായ മുത്തനബി തങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കണം, സിക്കാക്ക് കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെ ലിസ്റ്റ് നോക്കുമ്പോൾ കുറെ ആളുകൾ വീണ്ടും നരകത്തിൽ ബാക്കിയാണ്. വീണ്ടും നരകത്തിൽ നിന്ന് അല്ലാഹുവിന്റെ ഉമ്മത്തികളെ നരകത്തിൽ നിന്ന് പുറത്തേക്കെടുത്ത് അവസാനം നരകം കാക്കുന്ന മലക്ക് പറയുകയാണ്, നബിയെ, മാ തറക്തു ലിഗളബി റബ്ബിക ഫീ ഉമ്മതിക മിൻ നിഖ്മ. നബിയെ, തങ്ങളെ റബ്ബ് ഭയങ്കരമായ ക്രോധത്തിലാണ്. തങ്ങളെ റബ്ബിന്റെ ഗളബ് കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ ഹബീബായ മുത്തുനബിക്ക് തൃപ്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ തങ്ങളെ റബ്ബ് ഗളബ് ഇറങ്ങിയിരിക്കുകയാണ്, ക്രോധിച്ചുകൊണ്ടിരിക്കുകയാണ്, ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നരകം കാക്കുന്ന മലക്ക് പറയുകയാണ്, നബിയേ, മാ തറക്തു ലിഗളബി റബ്ബിക ഫീ ഉമ്മതിക മിൻ നിഖ്മ. തങ്ങളെ ഉമ്മത്തിമാർക്ക് ഒരു വിഷമം വന്നിട്ട് തങ്ങൾക്ക് ബേജാറാകുന്ന ഒരു സംഗതിയും നരകത്തിൽ ബാക്കിയില്ല നബിയേ. അതായത് ഒരാളും നരകത്തിൽ ബാക്കിയില്ല. അപ്പോഴാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷിക്കുന്നത്. അപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കസേരയിൽ ഇരിക്കുന്നത്. അപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർണ്ണമായും തൃപ്തിയടയുന്നത്. നമ്മൾക്ക് സ്വർഗം വാങ്ങി തന്നിട്ടേ ഹബീബായ മുത്തുനബി തങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കുകയുള്ളൂ. ആദ്യം പോയി സ്വർഗം ഒന്ന് ഉദ്ഘാടനം ചെയ്ത് വരുമെന്നല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. എല്ലാ ഉമ്മത്തിമാരെയും നരകത്തിൽ നിന്ന്
ഒഴിവാക്കി സ്വർഗത്തിലേക്ക് കടത്തിയിട്ടില്ലാതെ അല്ലാഹുവിന്റെ ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. അങ്ങനെയുള്ള മുത്തുനബിക്ക് വേണ്ടി ഉറക്കൊയ്യാൻ എന്താ നമുക്ക് പ്രശ്നം? അങ്ങനെയുള്ള ഹബീബായ മുത്തുനബി തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ എന്താ നമുക്ക് പ്രശ്നം? അങ്ങനെയുള്ള മുത്തുനബിക്ക് വേണ്ടി മദ്ഹ് പാടാൻ, മദ്ഹ് കേൾക്കാൻ എന്താ നമുക്ക് പ്രശ്നം? സഹോദരങ്ങളെ, കഠിനാധ്വാനം ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. റബീഅ റളിയല്ലാഹു തആല അൻഹുവിനോട് ഹബീബായ മുത്തുനബി തങ്ങൾ ചോദിച്ചില്ലേ, ഞാൻ ദീർഘിപ്പിക്കുകയല്ല, സല്ലയാ റബിയ നിങ്ങൾക്ക് എന്ത് വേണം? ഹബീബായ മുത്തുനബി തങ്ങളുടെ തഹജ്ജുദിന്റെ നിസ്കാരത്തിന് വെള്ളം സംഘടിപ്പിച്ചു കൊടുക്കുകയാണ് അനുയായിയായ സ്വഹാബിയായ റബീഅത്ത് റളിയല്ലാഹു തആല അൻഹ. ഈ പ്രയാസം കണ്ടിട്ട് ഹബീബായ മുത്തുനബി തങ്ങൾ റബീഅനോട് ചോദിക്കുന്നു, സല്ലയാ റബിയ, എന്ത് വേണം റബിയ നിങ്ങൾക്ക്? ചോദിക്കൂ, ഞാൻ തരാം. റബീഅ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയേ, സ്വർഗത്തിൽ കടന്നാൽ പോരാ, തങ്ങൾ അടുത്തൊരു ചാൻസ് കിട്ടണം എനിക്ക്. കൊല്ലങ്ങളോളം തങ്ങൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത എനിക്ക് എവിടെയെങ്കിലും സ്വർഗത്തിൽ ഒരു മൂലയിൽ കിട്ടിയാൽ പോരാ, തങ്ങൾ അടുത്ത് എനിക്ക് ഒരു ചാൻസ് കിട്ടണം. എന്താണ് അപ്പ ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞത്? വേറെ ഒന്നും പറ്റൂല, അതന്നെ വേണോ? എന്റെ അടുത്ത് തന്നെ സ്വർഗത്തിൽ കൂടണോ? വേറെന്തെങ്കിലും തന്നാ പറ്റൂലേ? റബിയ പറഞ്ഞു, പറ്റൂല നബി, എനിക്ക് അത് തന്നെ വേണം. അപ്പോഴാണ് ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞത്, കുറച്ച് കഷ്ടപ്പെടണം, കുറച്ച് അധ്വാനിക്കണം, സുജൂദ് വർദ്ധിപ്പിച്ചിട്ട് എന്നെ നിങ്ങളൊന്ന് സഹായിക്കണം. നിങ്ങൾക്ക് സ്വർഗം ഞാൻ വാങ്ങിത്തരാം, നിങ്ങളെ എന്റെ കൂടെ ഞാൻ ഇരുത്താം സ്വർഗത്തിൽ. എനിക്കത് കഴിയില്ല എന്ന് പറഞ്ഞില്ല. സഹോദരങ്ങളെ, റബീഅ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞ മറുപടി നമ്മളും ഒന്ന് ചിന്തിക്കണം. ഈ ദുന്യവിയായ ലോകത്ത് നമ്മളും ഒന്ന് കഷ്ടപ്പെടണം, നമ്മളും ഒന്ന് അധ്വാനിക്കണം. 5 വക്ത് നിസ്കാരം ഉമ്മമാരെ ഖളാ ആക്കാതെ നിസ്കരിക്കാൻ നമ്മൾ തയ്യാറാകണം. സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാൻ തയ്യാറാകണം. സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ തയ്യാറാകണം. ഖുർആനോത്തുകൾ വർദ്ധിപ്പിക്കാൻ, ദിക്ർ വർദ്ധിപ്പിക്കാൻ, നല്ല നല്ല കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ, ഹബീബായ മുത്തുനബി തങ്ങളുടെ മദ്ഹ് വർദ്ധിപ്പിക്കാൻ, മൗലിദ് പാരായണം ചെയ്യാൻ, ഹബീബായ മുത്തുനബി തങ്ങളുടെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ, സാധു സംരക്ഷണം നടത്താൻ, നല്ലോണം ഇൽമിന് വേണ്ടി അധ്വാനിക്കാൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൽമിനേക്കാൾ വലിയ സദഖ ലോകത്ത് വേറെയില്ല. 15 കൊല്ലമായി മൽജ ഇവിടെ പ്രവർത്തിക്കുന്നു, തൊട്ടടുത്ത സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. കേരളത്തിലും കർണാടകയിലുമുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. എന്തിനു വേണ്ടി? ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി. ഹബീബായ മുത്തുനബി തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അണച്ചുകൂട്ടി വേദനിപ്പിച്ചത് ഇൽമ പഠിക്കാൻ വേണ്ടിയാണ്. ഹബീബായ മുത്തുനബി തങ്ങൾ 23 കൊല്ലം വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കല്ലേറുകൊണ്ട് ശരീരത്തിൽ നിന്ന് ചോര ഒലിപ്പിച്ചുകൊണ്ട്, കൈയിന്റെ വിരൽ പൊട്ടിച്ച് രക്തം ഒലിപ്പിച്ചുകൊണ്ട്, ഹബീബായ മുത്തുനബി തങ്ങൾ തന്റെ കയ്യിന്റെ വിരലിൽ നിന്ന് രക്തമൊലിച്ചപ്പോൾ, ശത്രുക്കളുടെ പ്രഹരമേറ്റുകൊണ്ട് ഖന്തക്ക് കുഴിക്കുന്ന സമയത്ത് കല്ല് കയ്യിൽ കൊണ്ടുകൊണ്ട് വിരലിൽ നിന്ന് രക്തമൊലിച്ചപ്പോൾ, ആ കയ്യിനെ നോക്കിയിട്ട്, ആ ചെറുവിരല് നോക്കിയിട്ട് ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഹൽ അൻത ഇല്ലാ ഇസ്ബഉൻ ദമീതി വഫീ സബീലില്ലാഹി മാ ലഖീതി. ഓ വിരലേ, വ്യസനിക്കണ്ട, നീ വ്യസനിച്ചത്, നിന്റെ കയ്യിൽ നിന്ന് രക്തമൊലിച്ചത് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിലാണ്. എന്താണ് അല്ലാഹുവിന്റെ വഴിയുടെ പ്രത്യേകത? ഏറ്റവും വലിയത് ഇൽമിനെ പഠിപ്പിക്കാൻ. ഹബീബായ മുത്തുനബി തങ്ങൾ അല്ലാഹുവിനെ പറ്റി പഠിപ്പിച്ചു കൊടുത്തു, ദീനിനെ പറ്റി പഠിപ്പിച്ചു കൊടുത്തു, 5 വക്ത് നിസ്കരിപ്പിച്ചു, സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു, ഹജ്ജ് ചെയ്യിപ്പിച്ചു, കള്ളു കുടിക്കരുതേ എന്ന് പറഞ്ഞു, വ്യഭിചരിക്കരുതേ എന്ന് പറഞ്ഞു. മിണ്ടാതിരുന്നില്ല സഹോദരങ്ങളെ. 23 കൊല്ലം വലിയ കഠിനാധ്വാനം നടത്തി. അവിടുന്ന് ഏത് സമുദായത്തെയാണ് ഉദ്ധരിച്ചത്? കള്ളുകുടിയന്മാർ. إذا مت فادفني إلى جنب كرمة تربي أروقي. എന്നെ മരിച്ചാൽ എന്റെ മയ്യത്ത് കൊണ്ടുപോയി
മുന്തിരിവള്ളിയുടെ അടിയിൽ നിങ്ങൾ മറമാടണം. മുന്തിരിവള്ളിയുടെ വേറിൽ നിന്ന് വരുന്ന ആ മുന്തിരിച്ചാർ എന്റെ ശരീരത്തിലേക്ക് പോയിട്ട് ഞാൻ ഖബറിലും ഒന്ന് ലഹരി ആസ്വദിക്കട്ടെ എന്ന് മുഴുക്കുടിയന്മാർ ജീവിതം മുഴുവനും കള്ളു കുടിച്ച് മരണത്തിന് ശേഷവും എനിക്ക് കള്ളു കിട്ടണമെന്ന് വിൽപത്രം എഴുതി വെച്ച ആ സമുദായം, വ്യഭിചാരമല്ലാത്ത വേറെ വിഷയങ്ങളില്ല, യുദ്ധങ്ങളില്ലാത്ത വേറെ വിഷയങ്ങളില്ല. സഹോദരങ്ങൾ, 23 കൊല്ലം കൊണ്ട് യുദ്ധം ഇല്ലായ്മ ചെയ്തു, കള്ളുകുടി ഇല്ലായ്മ ചെയ്തു, വ്യഭിചാരമില്ലായ്മ ചെയ്തു, കള്ളത്തരങ്ങളില്ലായ്മ ചെയ്തു, കൊള്ളകളില്ലായ്മ ചെയ്തു, വഞ്ചനകളില്ലായ്മ ചെയ്തു. നമുക്ക് കഴിയുമോ? നമ്മുടെ ഗവൺമെന്റിന് കഴിയുമോ? എത്ര ഗവൺമെന്റുകളുണ്ട് കള്ളുകുടി ഇവിടെ നിന്ന് മദ്യനിർമാർജനം ചെയ്യണമെന്ന് സർക്കുലർ വിടുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന എത്ര ഗവൺമെന്റുകൾ. കൊല്ലങ്ങളായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇന്ന് വരെ പ്രകടന പത്രികയിൽ എഴുതുന്നു ഞങ്ങൾ കള്ള് നിർമാർജനം ചെയ്യാം, മദ്യനിർമാർജനം ചെയ്യാം. സാധിച്ചിട്ടുണ്ടോ? ഹബീബായ മുത്തുനബി തങ്ങൾ 23 കൊല്ലം കൊണ്ട് കള്ളുകുടിയിൽ, കള്ളിന്റെ പുഴയിൽ കുളിച്ചിരുന്ന ജനവിഭാഗങ്ങളെ കള്ളുകുടിയിൽ നിന്ന് മോചിപ്പിച്ചു നല്ല മനുഷ്യരാക്കി മാറ്റിയല്ലേ? വ്യഭിചാരത്തിൽ നിന്ന് മോചിപ്പിച്ച് എനിക്ക് വ്യഭിചാരിക്കാൻ സമ്മതം തരണേ നബിയെ എന്ന് ചോദിച്ചു വന്ന അനുയായിയോട് നിന്റെ മാതാവിനെ വേറെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നിനക്ക് സഹിക്കാൻ കഴിയുമോ? നിന്റെ ഭാര്യയെ വേറെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നിനക്ക് സഹിക്കാൻ കഴിയുമോ? നിന്റെ പെങ്ങളെ വേറെ സഹോദരിയെ വേറെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നിനക്ക് കാണാൻ സഹിക്കുമോ? നിന്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാളെ വേറെ ഒരാൾ വ്യഭിചരിക്കുന്നത് നിനക്ക് കാണാൻ കഴിയുമോ എന്ന് പറഞ്ഞു മനഃശാസ്ത്രപരമായി അവന്റെ മനസ്സിൽ നിന്ന് വ്യഭിചാരം എടുത്തു കളഞ്ഞില്ലേ? വ്യഭിചാരത്തിൽ നിന്ന് വിട്ടുനിന്നില്ലേ? കളവിൽ നിന്ന് വിട്ടുനിന്നില്ലേ? കള്ളുകുടിയിൽ നിന്ന് വിട്ടുനിന്നില്ലേ? സഹോദരങ്ങളെ, 23 കൊല്ലം കൊണ്ട് താൻ വാർത്തെടുത്ത തന്റെ സമുദായം, തന്റെ അനുയായികൾ ലോകത്തിന്റെ നാനാ ദിക്കുകളിലേക്ക്, സിറിയയിലേക്ക്, മൊറോക്കയിലേക്ക്, ബഹ്റൈനിലേക്ക്, ഇന്ത്യയിലേക്ക്, യൂറോപ്പിലേക്ക്, ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലേക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രചരണവുമായി പോയില്ലേ? ഇന്ന് നമ്മളെ കയ്യിൽ ഇസ്ലാമിക്ക് ദീൻ കിട്ടാൻ എത്ര പ്രയാസപ്പെട്ടു ഹബീബായ മുത്തുനബി തങ്ങൾ. ഇതിന്റെ ഒക്കെ കാരണം എന്താണ്? നല്ല മെത്തയിൽ കടന്നുകൊണ്ട് അനുയായികൾ തരുന്ന ഹദിയകൾ സ്വീകരിച്ചുകൊണ്ട് നല്ല സുഖത്തോടുകൂടി ജീവിച്ച് ഈ നാൾ തീർത്തതല്ല ഹബീബായ മുത്തുനബി തങ്ങൾ. നല്ലോണം കഠിനാധ്വാനം ചെയ്ത അനുയായികളെ പഠിപ്പിച്ചു, ഇൽമു പഠിപ്പിച്ചു. ആ ഇൽമു ഉൾക്കൊണ്ടു. എന്നിട്ട് അനുയായികൾ ലോകത്ത് മുഴുവനും സഞ്ചരിച്ചു. ഹബീബായ മുത്തുനബി തങ്ങളുടെ ലക്ഷക്കണക്കിന് സ്വഹാബത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ വെറും 10,000 സ്വഹാബത്ത് മാത്രമേ മക്കയിലും മദീനയിലുമായിട്ട് അന്ത്യവിശ്രമം കൊള്ളുന്നുള്ളൂ. ബാക്കിയുള്ള ലക്ഷക്കണക്കിന് സ്വഹാബത്ത് ഇന്ത്യയടക്കമുള്ള, കേരളമടക്കമുള്ള വിവിധങ്ങളായ രാഷ്ട്രങ്ങളിൽ പോയി വഫാത്തായി. എങ്കിൽ ഇസ്ലാമിന്റെ പ്രചരണവുമായി, ഇൽമിന്റെ പ്രചരണവുമായി ലോകം മൊത്തം സഞ്ചരിച്ചു, ഇസ്ലാം വ്യാപിപ്പിച്ചു. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ കയ്യിൽ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം എത്തിയിരിക്കുകയാണ്. എന്നോട് നിങ്ങളോടും പറയാനുള്ളത്, ആ ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിക്കുക. ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിക്കുക. കള്ളുകുടി നിർമാർജനം ചെയ്യുക, വ്യഭിചാരം ഒഴിവാക്കുക, അനാചാരങ്ങൾ ഒഴിവാക്കുക. അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ യഥാർത്ഥ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നേറുക, നല്ലോണം അധ്വാനിക്കുക. ഹബീബായ മുത്തുനബി തങ്ങളെ നമുക്ക് മറക്കാൻ കഴിയില്ല. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. നബിയെ, എന്റെ ഉമ്മയിൽ ഇങ്ങനെയുള്ളൊരു റഹ്മത്ത് ഞാൻ കണ്ടിട്ടില്ല നബിയെ. എന്റെ വാപ്പയിൽ കണ്ടിട്ടില്ല, എന്റെ ഭാര്യയിൽ കണ്ടിട്ടില്ല, എന്റെ മക്കളിൽ കണ്ടിട്ടില്ല, എന്റെ സ്നേഹിതന്മാരിൽ കണ്ടിട്ടില്ല. എല്ലാവരെക്കാളും വലിയ റഹ്മത്ത് തങ്ങളിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് നബിയെ. ആ ഹബീബായ മുത്തുനബി തങ്ങളുടെ ജന്മദിനമാണ്. സഹോദരങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ പലതും പറയും, അവരെ സംഘടന വളർത്താൻ. അതൊന്നും നമ്മൾ ചെവി കൊള്ളേണ്ടതില്ല, അതൊന്നും ഞാൻ മുഖവിലക്കെടുക്കേണ്ടതില്ല. നാം നല്ലോണം അധ്വാനിക്കുക. ലോകത്ത് മുഴുവനും മീലാദ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് മുഴുവനും ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും അല്ലാത്ത രാഷ്ട്രങ്ങളിലും ഈ മീലാദ് നല്ലോണം ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്. മീലാദ് റാലികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
കോൺഫറൻസുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ കേരളക്കരയിലും കോഴിക്കോട്ട് കടപ്പുറത്ത് വെച്ച് അടുത്ത മാസം വന്ദ്യരായ സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ വിപുലമായ മീലാദ് കോൺഫറൻസ്, ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസ് നടക്കുകയാണ്. ഇതെല്ലാം ലോകത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇബ്ലീസ് കരയാൻ പ്രേരണ നൽകുന്ന ചുരുക്കം ചില ആളുകൾ റബീഉൽ അവ്വൽ വരുമ്പോൾ കരയുകയാണ്, നമ്മളെ കരയിപ്പിക്കാൻ നോക്കുകയാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ കള്ളക്കരച്ചിൽ കണ്ടുകൊണ്ട് നാം ആരും ആ കരച്ചിലിൽ പെട്ടുപോകരുത്. നാം പൂർണ്ണമായും പൂർവോപരി ഉന്മേഷത്തോടുകൂടി 10 മടങ്ങ് ശക്തിയോടുകൂടി ഹബീബായ മുത്തനബി തങ്ങളുടെ മീലാദ് ആഘോഷിക്കാനും ഹബീബായ മുത്തനബി തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കാനും അവിടുത്തെ പേരിലുള്ള മദ്ഹുകൾ വർദ്ധിപ്പിക്കാനും പരിപാടികൾ വർദ്ധിപ്പിക്കാനും നാം തയ്യാറാകണം. നമുക്കറിയില്ലേ, ഇന്ത്യ രാജ്യത്ത് മുമ്പ് മീലാദിന് ഹോളിഡേ ഉണ്ടായിരുന്നില്ല. വി.പി. സിംഗ് എന്ന് പറയുന്ന, വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി 25 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ത്യന്റെ ഭരണം ഏറ്റെടുത്തപ്പോൾ അയാൾ ലോകത്ത് മുഴുവനും നടക്കുന്ന മീലാദ് കണ്ടപ്പോൾ, മീലാദ് കോൺഫറൻസ് കണ്ടപ്പോൾ ആ വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്ന് പറയുന്ന വി.പി. സിംഗ് ഇന്ത്യ രാജ്യം മൊത്തം ഹോളിഡേ ആയി പ്രഖ്യാപിച്ചു. പിന്നെന്താ നമുക്ക് വേണ്ടി? അതുകൊണ്ടല്ലേ നാം പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മൾ മീലാദ് റാലിക്ക് പെർമിഷൻ തരണമെന്ന് പറയുമ്പോൾ ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ പെർമിഷൻ എഴുതി തരികയാണ്. എന്തുകൊണ്ടാ? ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രിമാർ ഇന്ത്യ രാജ്യത്ത് മീലാദു നബി വലിയ ഹോളിഡേ ആയി, വലിയ പരിപാടിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ കടകളും ബന്ദ് ചെയ്യണം, എല്ലാ സ്കൂൾ കോളേജുകൾക്ക് ലീവാണ്, ബന്ദാണ്. എന്തിനാ? ഹബീബായ മുത്തനബി തങ്ങളുടെ ജന്മദിനം കൊണ്ടാടാൻ. സഹോദരങ്ങളെ, നമ്മളെ മക്കളുടെ ജന്മദിനം കൊണ്ടാടുമ്പോൾ, നമ്മുടെ ഭാര്യമാരുടെ ജന്മദിനം കൊണ്ടാടുമ്പോൾ, നമ്മുടെ മാതാക്കളുടെയും പിതാക്കളുടെയും സ്നേഹിതന്മാരുടെയും ബർത്ത്ഡേ ആചരിക്കുമ്പോൾ ഹബീബായ മുത്തനബി തങ്ങളുടെ ബർത്ത്ഡേ ആചരിക്കാനാണോ നമുക്ക് മടി, നമുക്ക് ബേജാറ്? അതുകൊണ്ട് ധൈര്യത്തോടു കൂടി നാം മുന്നേറുക, നല്ലോണം മീലാദുകൾ വർദ്ധിപ്പിക്കുക, മീലാദുകൾ പ്രചരിപ്പിക്കുക, മീലാദ് ആഘോഷിക്കുക, മൗലിദുകൾ വർദ്ധിപ്പിക്കുക. ആ മൗലിദിനോടനുബന്ധിച്ച് നല്ലോണം ഹബീബായ മുത്തനബി തങ്ങൾ അയ്യുൽ അമാലി അഫ്അൽ എന്ന് ചോദിച്ചപ്പോൾ ഒരു സ്വഹാബി വന്നിട്ട് ചോദിച്ചല്ലോ, നബിയേ, ഏത് അമലാണ് ഏറ്റവും ഉത്തമം? ഹബീബായ മുത്തനബി തങ്ങൾ പറഞ്ഞു, ഇത്ആമുത്ത് ആം, ഭക്ഷണം കൊടുക്കുക. വിശന്നവർക്കും വിശക്കാത്തവർക്കും, മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും മതജാതി ഭേദമന്യേ ഭക്ഷണം വിതരണം ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ അമലെന്ന് ഹബീബായ മുത്തനബി തങ്ങൾ പറഞ്ഞ ഭക്ഷണ വിതരണം ചെയ്യുക, ഹബീബായ മുത്തനബി തങ്ങളുടെ ആ മദ്ഹ് കീർത്തനങ്ങൾ ആലപിക്കുക. അൽഹംദുലില്ലാഹ്, ഇതൊരു വലിയ മദ്ഹ് പരിപാടിയല്ല, ചെറിയതാണ്. നമ്മുടെ സൗകര്യമനുസരിച്ച് നമ്മൾ നടത്തുകയാണ്. ഓരോരുത്തരുടെ വീടുകളിലും മദ്രസകളിലും പള്ളികളിലും ഒക്കെ നടക്കുകയാണ്. മൈജ് 12-ന് മുന്നേ നടത്തുന്നത്. നിങ്ങൾക്കൊക്കെ മീലാദ് വീടുകളിലും പള്ളികളിലും മദ്രസകളിലും നടത്താൻ മൽജയിന്റെ പ്രോഗ്രാം തടസ്സപ്പെട്ടു പോകണ്ട എന്ന് ചിന്തിച്ചിട്ടാണ് 12-ന്റെ മുമ്പ് തന്നെ മൽജ് മീലാദ് പരിപാടികൾ നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നല്ലോണം ഹബീബായ മുത്തനബി തങ്ങളെ മഹബത്ത് വെക്കണം. മഹബത്ത് എന്ന് പറഞ്ഞാൽ അത് വായി കൊണ്ട് അറിയിക്കാൻ പറ്റുന്നതല്ല, വെറും കൽബിന്റെ ഉള്ളിൽ വെച്ച് നടത്താൻ പറ്റുന്നതല്ല, പ്രകടിപ്പിക്കണം. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫഫ്റഹു, സന്തോഷം പ്രകടിപ്പിക്കുക. സഹോദരങ്ങളെ, എങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കല്? മൂടൗട്ടായിട്ട് പൊരന്റെ ബാധലെല്ലാം അടിച്ചിട്ട് മിണ്ടാതിരുന്നിട്ടാ? അല്ല, ഇറങ്ങുക പൊരന്റെ പുറത്തേക്ക്, ജാഥകൾ സംഘടിപ്പിക്കുക. പുത്തനാശിക്കാർ പറയാറുണ്ട്, ജാഥ കൊണ്ട് ഇവിടെ വാഹന ബ്ലോക്ക് ഉണ്ട്, വണ്ടി ബ്ലോക്ക് ഉണ്ട്, ജനങ്ങൾക്ക് ഉപദ്രവമുണ്ട്. നമ്മൾ ജാഥ കണ്ടില്ല, ഒരു ഉപദ്രവം ഇല്ല. ചില ഡ്രൈവർമാർക്കും ചില ദൂരദിക്കുകളിൽ നിന്ന് വരുന്നവർക്കൊക്കെ നല്ല ആവേശമാണ് നമ്മൾ ജാഥ കാണാൻ. എണപ്പായതു ബസിന്റെ ഗ്ലാസ് വലിച്ച് ചോദിക്കുന്നു, എണപ്പായതു? അപ്പൊ ആരോ പറഞ്ഞു, അത് പൈഗംബർ സല്ലല്ലാഹു അലൈഹി വസല്ലം റവറ ജന്മദിനാചരണേ. പൈഗംബർ സല്ലല്ലാഹു അലൈഹി വസല്ലം റവറ ജന്മദിനാചരണയാ? അതിയാറപ്പ പൈഗംബർ. നമ്മുടെ ജാഥ കണ്ട് ഇസ്ലാമിനെ പറ്റി പഠിക്കുകയാണ്.
ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. ദൂരദിക്കുകളിൽ നിന്ന് വരുന്ന യാത്രക്കാർ ആ ഗ്ലാസ് ഇങ്ങോട്ട് മാറ്റിയിട്ട് അടുത്തിരുന്ന ആളോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ താഴെയുള്ള നമ്മളെ പോലെയുള്ള ആളുകളോട് ചോദിക്കുന്നു, ಏನಪ್ಪಾ ಇವತ್ತು ವಿಶೇಷ? ಅದು ನಮ್ಮ ಪೈಗಂಬರ್ ಮುಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರ ಜನ್ಮದಿನಾಚರಣೆ. ಅದೇನಪ್ಪ, ಅವರು ಜನ್ಮಗೊಂಡದ್ದು ಈ ತಿಂಗಳಲ್ಲಿ, ರಬಿಯುಲ್ ಅವ್ವಲ್ ತಿಂಗಳಲ್ಲಿ. അപ്പൊ അവർക്ക് പഠിക്കാൻ എന്താ ഈ റബീഉൽ അവ്വൽ, എന്താ പൈഗംബർ, യാറപ്പായി മുഹമ്മദ് മുസ്തഫ പഠിക്കാൻ തയ്യാറാവുകയാണ്. അവർ ജന്മദിന ഈ ഘോഷയാത്രയായതു. ಎಂತ ಘೋಷಯಾತ್ರೆ, ರೋಡ್ ಅಡಚಣೆ ಇಲ್ಲ, ಯಾರಿಗೂ ತೊಂದರೆ ಇಲ್ಲ, ಯಾರಿಗೂ ಕಷ್ಟ ಇಲ್ಲ, പഠിക്കാൻ തയ്യാറാകുകയാണ്. എന്നെ അടുത്ത് പോയിട്ട് അവർ ലൈബ്രറിയിൽ പരതുന്നത് ഹസ്രത്ത് പ്രൊഫറ്റ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിസ്റ്ററി പുസ്തകമാണ്. ಯಾರಪ್ಪಾಯಿ ಪೈಗಂಬರ್ മുഹമ്മദ് മുസ്തഫ ನನಗೊಮ್ಮೆ ಕಲಿಬೇಕು. ಅವರು പോയി ലൈബ്രറിയിൽ നിന്ന് ഹബീബായ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം, ഹിസ്റ്ററി പുസ്തകങ്ങൾ എടുത്ത് വായിക്കുകയാണ്. അറിയാതെ പഠിക്കുകയാണ് അവർ. 23 കൊല്ലം കൊണ്ട് ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രം അന്യമതസ്ഥരും കൂടി പഠിക്കുകയാണ്. അതിന് വലിയ കാരണമാണ് ഇത്തരത്തിലുള്ള മീലാദ് കോൺഫറൻസുകൾ. അല്ലാഹു നമുക്ക് സാധിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഇനിയും നല്ലോണം ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാൻ, പ്രവർത്തിക്കാൻ, മദ്ഹ് പറയാൻ, കേൾക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മീലാദിന്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.